ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഡിസംബർ 27. വിശ്വസാഹിത്യകാരൻ. മലയാള സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സുഹൃതമായിരുന്നു ടി വാസുദേവൻ നായർ. കഥയിലൂടെ അനശ്വരവും അനിർവചനീയവുമായ സർഗാത്മകത സമ്മാനിച്ച മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രതിഭാശാലിയായ എഴുത്തുകാരൻ. അക്ഷരങ്ങളിലൂടെ വാക്കുകളല്ല നക്ഷത്രപുഷ്പങ്ങൾ വിരിയിച്ച മഹാസാഹിത്യകാരനായിരുന്നു ടി. വിശ്വമാകെ ആദരിക്കുന്ന സാഹിത്യ നായകരാണ് ഷേക്സ്പിയറും മാക്സിം ഗോർക്കിയും മാർക്കേസുമെല്ലാം. മലയാളികൾക്ക് ഇതെല്ലാമായിരുന്നു ടി എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാകില്ല. ലോക സാഹിത്യ ഭൂപടത്തിൽ മലയാളിയുടെ മാതൃഭൂമിയായ കേരളത്തിൻ്റെ വിലാസം രേഖപ്പെടുത്തിയ എഴുത്തുകാരനെന്ന് ടിയെ വിശേഷിപ്പിക്കാം. കാൽപ്പനികതയുടെ ഹിമഗണ സ്പർശമുള്ള ആവിഷ്കാരചാരുതയുടെ അനുഭൂതി ചൊരിയുന്ന കഥകളും നോവലുകളും സിനിമകളും സമ്മാനിച്ചു. കാലവും നാലുകെട്ടും മഞ്ഞും രണ്ടാമൂഴവുമായി ഭാഷയുടെയും രചനയുടെയും അഴകാൽ മോഹിപ്പിച്ച കൃതികളുടെ ഉടമ. അവഗണിക്കപ്പെട്ട രണ്ടാമൂഴക്കാരനായ ഭീമനെ നായകനാക്കി അവഗണിക്കപ്പെട്ടതും അവഹേളിതവുമായതും വിളംബരപ്പെടുത്തി ടി. നിസ്സഹായമായ ജീവിതങ്ങൾക്കുമേൽ കണ്ണു തുറക്കാത്ത ദൈവബിംബങ്ങൾക്കുമേൽ കാറിത്തുപ്പുന്ന വെളിച്ചപ്പാടിനെ സൃഷ്ടിച്ച ധീരതയുമായാണ് ടി ചലച്ചിത്ര ജീവിതത്തിൽ ശ്രദ്ധേയനായത്. രാജ്യം ബഹുമതികൾ നൽകി അംഗീകരിച്ച നിർമാല്യം പോലൊരു സിനിമ സാധ്യമല്ലാത്ത വർത്തമാന സാമൂഹ്യ സന്ദർഭത്തിലാണ് ടിയുടെ സർഗധീരതയും പ്രമേയത്തിൻ്റെ സാർവകാലിക പ്രസക്തിയും തിരിച്ചറിയാനാകുക. തിരക്കഥയെ സാഹിത്യരൂപമാക്കി വികസിപ്പിച്ചു ടി. ആ തൂലികാസ്പർശത്തിൽ പിറന്ന സൃഷ്ടികൾ നമ്മുടെ ചലച്ചിത്ര ചരിത്രത്തിലെ സുവർണരേഖകളായാണ് അറിയപ്പെടുന്നത്. ചതിയനും വഞ്ചകനുമായി അധികാരിവർഗം ചിത്രീകരിക്കുന്ന ചന്തുമാരുടെ പ്രചരിത ജീവിത ചിത്രത്തിനപ്പുറം മറച്ചുവെക്കപ്പെട്ട വീരഗാഥകൾ ആവിഷ്കരിച്ച് മനുഷ്യജീവിതാവസ്ഥയിലേക്ക് ടി വിളക്ക് തെളിച്ചു. നിളയെ മണൽപ്പുഴയാക്കുന്ന പാരിസ്ഥിതിക ചൂഷണത്തിനോടും ആദിവാസിയെ വെടിയുണ്ടക്കിരയാക്കി കൊല ചെയ്ത ഭരണനേതൃത്വ ഭീകരതയോടും ആ കലാകാരൻ മറയില്ലാതെ ക്ഷോഭിച്ചു. നോട്ടു നിരോധനം തുഗ്ലക് പരിഷ്കാരമെന്ന് തുറന്നു പറഞ്ഞതിന് സംഘപരിവാർ വേട്ടയാടിയിട്ടും ടി നിലപാടുകളിൽ പതറിയതേയില്ല. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയിൽ ഭാഷയ്ക്കും ഭാഷാപിതാവിനും ആദരം ലഭിക്കാൻ ഇടപെട്ടു. തുഞ്ചൻ സ്മാരകം വർഗീയവാദികൾ കൈയടക്കാതിരിക്കാൻ കാട്ടിയ ജാഗ്രതയും കരുതലും അടക്കമുള്ള ടിയുടെ മതനിരപേക്ഷ സമീപനം സംസ്കാരത്തിൻ്റെ ശത്രുക്കളെ അകറ്റാനും തിരിച്ചറിയാനും എന്നും സാഹിത്യലോകത്തെ സഹായിച്ചിരുന്നു. ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് ഭയമുണ്ട്, എന്നാൽ കേരളം മനുഷ്യർ പാർക്കുന്ന ഇടമായി തുടരുമെന്ന പ്രതീക്ഷ നവതി വേളയിലും ടി ദേശാഭിമാനിയിലൂടെ പ്രകടിപ്പിക്കുകയുണ്ടായി എന്നതും സ്മരിക്കേണ്ട വസ്തുതയാണ്. കുമരനെല്ലൂർ ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ പ്രാചീന ഭാരതത്തിലെ രത്ന വ്യവസായത്തെക്കുറിച്ച് കേരളക്ഷേമത്തിൽ ലേഖനമെഴുതിയാണ് സാഹിത്യ ജീവിതത്തിലേക്കുള്ള അരങ്ങേറ്റം. ആദ്യ കഥ വിഷു ആഘോഷം പ്രസിദ്ധീകരിക്കുന്നത് 1948. രക്തം പുരണ്ട മണൽത്തരികളിൽ തുടങ്ങി ഹൃദയഹാരിയായ ഭാഷയാൽ അനുവാചകനെ ആകർഷിച്ച 100-ലധികം രചനകൾ. കൂടല്ലൂർ എന്ന ഗ്രാമ്യഭംഗിക്ക് ഭാവനയുടെ വർണ്ണക്കൂടിലൂടെ കാന്തി ചൊരിഞ്ഞ മനോഹര ഭാഷയിൽ ഒരു കാലവും കാലഘട്ടവും ലയിച്ചു. ബഷീറും പൊറ്റേക്കാട്ടും തകഴിയും നിറഞ്ഞാടിയ മലയാളത്തിൽ ഒച്ചയുണ്ടാക്കാതെ ഓജസ്സും തേജസ്സുമാർന്ന നിള പോലെ ടി ഒഴുകി. പത്രാധിപരായി ആധുനികതയടക്കമുള്ള സാഹിത്യത്തിലെ നവീനതകളെ പ്രോത്സാഹിപ്പിച്ചു. തൻ്റേതല്ലാത്ത ലാവണ്യബോധത്തിനും അഭിരുചികൾക്കും മഷി പകർന്ന പുതുതലമുറയെ പരിചയപ്പെടുത്തി സാഹിത്യ പത്രാധിപരെന്ന ഇരിപ്പിടത്തിലും ശോഭിച്ചു. ആ സർഗാത്മകത സ്പർശമേൽക്കാത്ത ഇടം ചുരുക്കമാണ്. ജ്ഞാനപീഠവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും അടക്കം ലഭിച്ച അംഗീകാരങ്ങളെല്ലാം ആ പ്രതിഭാമഹത്വത്തിനുള്ള ആദരമായിരുന്നു. കലാ സാംസ്കാരിക പ്രതിഭകൾക്കുള്ള പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരവും എല്ലാം നൽകി സർക്കാരും ടിയുടെ പ്രതിഭയെ ആദരിക്കുകയുണ്ടായി. ദേശാഭിമാനിയുമായി അടുത്ത ബന്ധമാണ് എന്നും ടി പുലർത്തിയിരുന്നത്. ദേശാഭിമാനി പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രഥമ സാഹിത്യ പുരസ്കാരം ടിക്കായിരുന്നു. അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ട ദേശാഭിമാനി ടി ഫെസ്റ്റിവലിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ദേശാഭിമാനി വാരിക വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ആദ്യ സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതും ടി ആയിരുന്നു. ദേശാഭിമാനി 80ാം വാർഷികാഘോഷ ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥിയായ ടി മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ജിഹ്വയായി ദേശാഭിമാനി വളരണമെന്ന് പറഞ്ഞു. 80 വർഷം ചെറിയ കാലയളവല്ല. എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് നിലനിൽക്കാൻ നമുക്ക് ബാധ്യതയുള്ള കാലഘട്ടമാണിത്. അങ്ങനെയാണ് നാം ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ടതെന്നും ടി ഓർമ്മിപ്പിച്ചു. തൻ്റെ പ്രിയപ്പെട്ട 9 രചനകൾ സിനിമയായത് വിളംബരം ചെയ്യുന്ന ചടങ്ങിലായിരുന്നു അവസാനമായി ടി പങ്കാളിയായത്. രചനയാൽ, സൃഷ്ടികളാൽ, കലയിലൂടെ കാലത്തിനപ്പുറം ദേശത്തിൻ്റെ നാലുകെട്ടിനപ്പുറം മലയാള ഭാഷയെ അടയാളപ്പെടുത്തിയ പ്രതിഭാശാലിയായിരുന്നു ടി.
മലയാളത്തിൻ്റെ നാലുകെട്ട് കടന്ന് ജ്ഞാനപീഠമേറി എം.ടി. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രാധിപർ, പ്രഭാഷകൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് തുടങ്ങി സർഗവൃത്തിയുടെ സകല തുറകളിലും എം.ടി. ഉണ്ടായിരുന്നു. സിനിമയിലും സാഹിത്യത്തിലും വേറിട്ട മുദ്ര രേഖപ്പെടുത്തിയ എം.ടിക്ക് പകരമായി നമ്മുടെ സാഹിത്യലോകത്തിൽ മറ്റൊരു രണ്ടാമൂഴക്കാരനില്ല. മൗനത്തിനൊരു ഭാഷയും സംഗീതവുമുണ്ടെന്നും അതൊരു സാംസ്കാരിക വ്യവഹാരമാണെന്നും ബോധ്യപ്പെടുത്തിയ എഴുത്തുജീവിതമായിരുന്നു എം.ടിയുടേത്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം.ടി. വിട പറയുമ്പോൾ കൈരളിയുടെ സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രകാശഭരിതമായ ഒരേടാണ് മറയുന്നത്. താൻ ഏറെ ആദരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഇ.എം.എസിൻ്റെ വേർപാടിനെ എം.ടി. വിശേഷിപ്പിച്ചത് നമ്മുടെ രാഷ്ട്രീയത്തിലെ നികത്താനാകാത്ത ശൂന്യത എന്നായിരുന്നു. എം.ടി. യാത്രയായ ഈ സന്ദർഭത്തെ ഞങ്ങൾ കാണുന്നതും അങ്ങനെയാണ്. മലയാളിയുടെ വായനയെ, ചിന്തയെ, കാഴ്ചകളെയും കാഴ്ചപ്പാടിനെയും അത്രമേൽ സ്വാധീനിച്ച രണ്ടക്ഷരം മറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക സാഹിത്യ ജീവിതം എത്രമേൽ ദരിദ്രമാകുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ മഹാപ്രതിഭയ്ക്ക് ദേശാഭിമാനിയുടെ അക്ഷരാഭിവാദനം.